നമ്മളുടെ ലൈഫിലെ സ്റ്റോറി, എവറി ഓണ്ടർപ്രണർ ഹാസ് എ സ്റ്റോറി, എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ? സോ അപ്പോൾ ഈ ഒരു സ്റ്റോറി കേൾക്കുന്നതിനും ഇൻസ്പയറിംഗ് ആവുന്നതിനും അതിൽ നിന്ന് ലേൺ ചെയ്യുന്നതിനുമാണ് നമ്മളെല്ലാവരും ഇന്നോട് ഒത്തുകൂടിയിരിക്കുന്നത്. സോ ടുഡേ ഇന്ന് നമുക്ക് വാട്ട്സ് യുവർ സ്റ്റോറി എന്നുള്ള സെഗ്മെന്റിൽ നിങ്ങളോട് സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന് നമ്മളുടെ നെക്സ്റ്റ് മെമ്പർ ലത്തീഫ് റോജേഴ്സ് ആണ് അടുത്ത് വരുന്നത്. ലത്തീഫ് റോജേഴ്സ് ഹീസ് എ ഡെനിം ഇൻഡസ്ട്രിയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് മാർക്കറ്റിലേക്ക് സ്കെയിൽ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്റ്റോറി നമുക്ക് കേൾക്കാം. സോ വെൽക്കം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. Every dream has a journey. I'm basically from Kasaragod. കാസർഗോഡിനെ കുറിച്ച് രണ്ടു വാക്ക് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് കൾച്ചേഴ്സ് അത് രണ്ടും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് കാസർഗോഡ്. കാസർഗോഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പട്ടിണി കിടന്നാലും they will not compromise in one thing, that is dress well. അതൊരു പ്രത്യേകതയാണ് കാസർഗോഡിൻ്റെ. Everybody has their own identity in Kasaragod. നിങ്ങൾക്ക് ദുബായിൽ എല്ലാവരും കാണാമല്ലോ, കറാമയിൽ പോയാലും ഡേരാലിൽ പോയാലും. So even I'm proud to say that I'm born and brought up in Kasaragod. I'm not a good student actually. So എപ്പോഴും വീട്ടിൽ നിന്ന് വഴക്ക് പറയായിരുന്നു നന്നായിട്ട് പഠിക്കാതെ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ചെറുപ്പത്തിൽ എല്ലാവർക്കും ചെറുപ്പത്തിൽ നമ്മൾ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഞായറാഴ്ച ദിവസം രാവിലെ പോയാൽ രാത്രിയാണ് വരുന്നത്. ഇത് വീട്ടുകാർക്ക് കണ്ടു വളർത്തിച്ച് ഹോസ്റ്റലിൽ കൊണ്ടാക്കി ഒരു വർഷം പഠിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല, ഉപ്പാൻ്റെ പൈസ പോയതല്ലാതെ. അങ്ങനെ ഞാൻ കണ്ടു വളർന്ന ഉമ്മാൻ്റെ ബ്രദേഴ്സിനാണ് കണ്ടു വളർന്നത്. ആക്ച്വലി ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. അവർ എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ലായിരുന്നു, പക്ഷേ അവർ ദേ ആർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്മാൻ. they build their fortune in their young age of their life. അത് അല്ലാണ്ട് it was my very biggest inspiration for me actually. So അപ്പോഴുള്ള ഒരു ആഗ്രഹമാണ് ചെറുപ്പത്തിലെ നമ്മളൊരു ബിസിനസ്മാൻ ആണെന്ന്. അങ്ങനെ പഠിത്തം കഴിഞ്ഞ് പറയാൻ പാടില്ല. ഒരു പഠിത്തം ഒരു 10th 12th കഴിഞ്ഞിട്ട് what is your next option എന്ന് വീട്ടിൽ വെച്ചപ്പോൾ ഞാൻ പറയാൻ പഠിക്കുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് 2 ഓപ്ഷൻ, ഒന്നെങ്കിൽ ബോംബെ പോവാ അല്ലെങ്കിൽ ദുബായി പോകാൻ. അങ്ങനെയാണ് ദുബായിലോട്ട് വരുന്നത് 2004. ദുബായിലോട്ട് വന്ന സമയത്ത് നമുക്ക് 2 ആഗ്രഹമായിരുന്നു. ഒന്ന് ജോബ് ചെയ്യുക, 2 കരിയർ ബിൽഡ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് വന്നപ്പോൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരു ഉമ്മാൻ്റെ ബ്രദറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചില്ല. ഐ വാസ് എ വണ്ടർഫുൾ പേഴ്സൺ, ജം. ഇപ്പോൾ മരിച്ചുപോയി അദ്ദേഹം. സോ 2004 അദ്ദേഹത്തിൻ്റെ തന്നെ കെയർ ഓഫിൽ എനിക്ക് നല്ലൊരു ജോബ് കിട്ടി ഗവൺമെന്റ് സെക്ടറിൽ. അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട്. എന്നിട്ട് 2004 അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ജോബ് മുമ്പോട്ട് പോയി. അങ്ങനെ ഒരു 1 year ആകുമ്പോഴേക്ക് ഓൾറെഡി നമ്മളെ ബ്ലഡിൽ ബിസിനസ് മാൻ ഇതുണ്ടല്ലോ, കുറച്ച് പൈസ എല്ലാം സേവ് ആക്കിയിട്ട് ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് ദുബായിൽ. അപ്പോൾ ഈസ് ഇൻ ടു ബിസിനസ്, അവനൊന്നിച്ചിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഒരു ബിസിനസ് തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരില്ല, പിന്നെ ഒരു ബിസിനസ് തുടങ്ങി. അത് വിചാരിച്ച പോലെ നടന്നില്ല. അങ്ങനെ അത് പൊട്ടി. അങ്ങനെ കുറെ പൈസ പോയി. പിന്നെ അപ്പോൾ 2009 റിയൽ എസ്റ്റേറ്റ് ക്രൈസിസ് തന്നെ. ബിക്കോസ് അവർ വർക്കിംഗ് ഇൻ എ റിയൽ എസ്റ്റേറ്റ് കമ്പനി, നഹിയിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പണി പോയി. അപ്പോൾ ഒരു നല്ലൊരു ചാലഞ്ചിങ് സിറ്റുവേഷനായി, ബിസിനസ് സ്റ്റേബിൾ അല്ല, പണി പോയി. അപ്പോൾ ആ ഒരു സമയത്ത് സർവീസിനായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടി. ആ എമൗണ്ട് വെച്ചിട്ട് നമ്മളൊരു ഷോപ്പൊന്നും എടുക്കാതെ ഒരു ഔട്ട്ഡോർ സെയിൽസ് ബിസിനസ് തുടങ്ങി. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓൺലി പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ അബുദാബി മുതൽ റാസൽ ഖൈമ വരെ കംപ്ലീറ്റ് എമറാത്തി നമ്മൾ ഔട്ട്ഡോർ സെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 years ചെയ്യുമ്പോൾ നല്ലൊരു കസ്റ്റമർ ബാക്കപ്പ് ആണ്. വെരി ഗുഡ് കസ്റ്റമർ ബാക്കപ്പ്. സോ അതൊരു കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2016 ഉള്ളപ്പോൾ ഒരു ഐഡന്റിറ്റി വേണം നമുക്ക്. അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ് സം ഐഡന്റിറ്റി. സോ അങ്ങനെയാണ് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ക്ലോത്തിങ് ബിസിനസ്. ഓൾറെഡി നമ്മുടെ ബ്ലഡിലുള്ളതാണ് ഫാഷൻ. അങ്ങനെയാണ് 2016 റോജേഴ്സ് എന്നുള്ള ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇൻ ദുബായ്. ഇറ്റ്സ് രജിസ്റ്റേർഡ് ഇൻ 2016, റോജേഴ്സ് ഡെനിം. നമ്മൾ ഹോൾസെയിൽ കുറിച്ച് ദുബായിലെ ഹോൾസെയിൽ മാർക്കറ്റിൽ ഈ ഷോപ്പ് തുടങ്ങി 2016, രജിസ്റ്റേർഡ് ഇൻ UAE. അങ്ങനെ
2016 നമ്മൾ പോയി ചൈന പോയി. ഫസ്റ്റ് ടൈം അല്ല, അതിനും വേണ്ടി ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ആ ഒരു പർച്ചേസിൻ്റെ ആവശ്യത്തിൽ. അങ്ങനെ ദുബായ് ചൈന പോയി. നമുക്ക് അറിയാവുന്ന സാധനം, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം പ്രൊഡക്ഷൻ ഉണ്ടാക്കി കുറച്ചോ ചൈനീസ് മാർക്കറ്റിൽ നിന്ന് സാധനം എടുത്ത്. അപ്പോൾ ചൈന ആക്ച്വലി ചൈനീസ് ലോക്കൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കൺട്രിക്ക് കൊടുക്കാനുള്ള സാധനം അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നു. അവർ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്നും നോളജ്, ഇൻസൈഡ് ഡീപ്പ് നോളജ് നമുക്ക് ഉണ്ടായിരുന്നില്ല ബിസിനസ്. അങ്ങനെ കുറച്ചോ സാധനം പ്രൊഡക്ഷൻ എടുത്ത്, ലിമിറ്റഡ് ക്യാഷ് ഉണ്ടായിരുന്നു, കുറച്ച് സാധനം നമ്മൾ പ്രൊഡക്ഷൻ എടുത്ത് സ്റ്റോക്ക് എടുത്ത് പിന്നെ പ്രൊഡക്ഷൻ ഉണ്ടാക്കി. അങ്ങനെ വി കെയിം ബാക്ക് ടു ദുബായ്. അങ്ങനെ സാധനങ്ങളെല്ലാം വന്ന് നമ്മളെ എക്സിസ്റ്റിംഗ് നമ്മൾ കോൺടാക്ട്സിൽ കസ്റ്റമേഴ്സിൽ ഇൻവൈറ്റ് ചെയ്ത് ഓപ്പണിങ്ങിന് വന്ന് അവർ സാധനമെല്ലാം കൊണ്ടുപോയി. ഒരു 1 വീക്കെല്ലാം കഴിയുമ്പോൾ കോൾ ഇടാൻ തുടങ്ങി. എന്ത് സൈസ് വായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞിട്ട് എന്ത് സൈസ് വായി പറഞ്ഞിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങൾ റിട്ടേൺ അടിക്കാൻ തുടങ്ങി. പ്രൊഡക്ഷൻ ആക്കി കൊടുത്ത സാധനം ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്കറ്റ്. അത് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു ഫാഷൻ. നമുക്ക് ആ ഒരു ഫാഷനെ കുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി, കസ്റ്റമറിന് വേണ്ട സാധനം നമ്മൾ ഉണ്ടാക്കിയില്ല. സോ ദർ ഈസ് സം ഫാഷൻ ഗോയിങ് ഓൺ ദ മാർക്കറ്റ്. സോ സാധനം ബാക്ക് അടിക്കാൻ തുടങ്ങി. ആ ഒരു ടൈം ഉണ്ടാവില്ല. പക്ഷെ ഇതെന്താ ചെയ്യുക, നിർത്തിപ്പോണോ അല്ലെങ്കിൽ വാട്ട് ടു ഡു, വി ഡോണ്ട് ഹാവ് എനി ഐഡിയ. ബിക്കോസ് ആ സമയത്ത് ലോസ് എന്ന് വെച്ചാൽ റെന്റ് കൊടുക്കലോ സാലറി കൊടുക്കലോ അല്ല, ഇറ്റ് വാസ് എ ഡെഡ് ഇൻവെന്ററി ആയിരുന്നു. അതൊരു വലിയൊരു ചാലഞ്ചസ് ആയിരുന്നു ആ ടൈമിൽ. 2017-18 ആവാൻ 17 ലാസ്റ്റായി. അങ്ങനെ ഞാനും എൻ്റെ പാർട്ട്ണറും പ്ലാൻ ചെയ്തു വി നീഡ് ടു റീബിൽഡ് അഗെയിൻ പ്രോജക്ട്സ്. അങ്ങനെ ഒന്നും കൂടി റീഇൻവെസ്റ്റ് ചെയ്ത് ചൈന പോയി. നമ്മൾ അതിനായിട്ട് മുമ്പ് നമ്മൾ വി മെയ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമേഴ്സ്. നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പ് പോലെ കസ്റ്റമറിന് ബിൽഡ് ചെയ്ത് കസ്റ്റമർ ഫീഡ്ബാക്ക് സജഷൻസ് എല്ലാ കാര്യങ്ങളും കസ്റ്റമേഴ്സിന് എടുത്ത് എന്താണ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്, വാട്ട് ഈസ് അപ്ഡേറ്റഡ്, വാട്ട് ഈസ് ബിക്കോസ് ഇവിടെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 കൾച്ചർ ആൾക്കാരുള്ളത്. അറബ്സ് ഉണ്ടാവും, ഏഷ്യൻസ് ഉണ്ടാവും, യൂറോപ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു കൾച്ചറിലായിരിക്കും സാധനം കൊണ്ടുവരുന്നത്. നമുക്ക് ഒരു ഫാഷൻ ഇന്റർനാഷണൽ ബ്രാൻഡ് ലൈക്ക് H&M അവർ ഫാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ ചൈനയിൽ പോയി സാധനം ഒരു 10 to 15 days വി സ്പെൻഡ് വിത്ത് ദ സപ്ലയർ. ആ സപ്ലയർ എന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ട്ണർ കൂടിയാണ് അവർ. ബിക്കോസ് ആ ഒരു സപ്ലയർ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു എന്താ പറയുന്നത് ഒരു വിശ്വാസത്തിന് പോകുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടാക്കി ആ സമയത്ത് സാധനം വന്നു. ആ സമയത്ത് ഈദായിരുന്നു ഇവിടെ, ഇതിന്റെ സമയത്ത്. ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തന്നെ പറയാം മാക്സിമം ടോപ്പ് ജീൻസ് സെയിൽ ചെയ്ത ഒരു സമയമായിരുന്നു 2018 and 19. റോജേഴ്സ് വി ആർ ദ ടോപ്പ് ആൻഡ് കംപ്ലീറ്റ് GCC പറയുന്നില്ല, എന്നാലും വി മെയ്ഡ് എ ഗുഡ് ബിസിനസ് ഇൻ ജീൻസ്. അവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. നമുക്ക് വി മെയ്ഡ് എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് വി ഡോണ്ട് മേക്ക് നോയ്സ്, വി മേക്ക് ഫാഷൻ റോജേഴ്സ്. അങ്ങനെ ആ ഒരു രീതിയിൽ പിന്നെ വി സ്റ്റാർട്ടഡ് സ്കെയിലിംഗ് അപ്പ് ടു ദ കംപ്ലീറ്റ് GCC കൺട്രീസ് ലൈക്ക് ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി ആൻഡ് ഒമാൻ. നല്ല രീതിയിൽ കസ്റ്റമർ ബാക്കപ്പ് ബിൽഡപ്പ് ചെയ്ത് പിന്നെ വി സ്റ്റാർട്ടഡ് ഫോക്കസിംഗ് ഓൺ ആഫ്രിക്ക, സം കൺട്രീസ് ലൈക്ക് ഇത്യോപ്യ, ടെൻസാനിയ ആൻഡ് സുഡാൻ. സോ അൽഹംദുലില്ലാ, ബിക്കോസ് അൽഹംദുലില്ലാ ദെൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് സെയിം ആണെങ്കിലും വി നീഡ് ടു ഡൈവേർട്ട് അവർ ബിസിനസ്. അപ്പോൾ കൂടുതൽ കൺസ്യൂമേഴ്സ് ഇപ്പോൾ നമുക്ക് ആഫ്രിക്കയിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ട്രൈങ് ടു സ്കെയിൽ അപ്പ് മോർ കൺട്രീസ് ഇൻ ആഫ്രിക്ക. സോ ഐ വാണ്ട് ടു ടെൽ യു പീപ്പിൾ ദാറ്റ് സീ ഇഫ് യു ഹാവ് എനി ഡ്രീം, അത് ഡ്രീം, ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഡ്രീം. ജസ്റ്റ് keep doing it, spend your time, work hard. See, nothing is impossible. The word impossible says that I am possible. Thank you very much. And thank you for the wonderful moment given by Farhan and Ijaz. Thank you.